റമദാൻ കാലത്ത് ആശുപത്രികളിലും മറ്റുമെത്തുന്നവർക്ക് നോമ്പ് തുറക്കാൻ കൈത്താങ്ങാകുകയാണ് സന്നദ്ധ സംഘടനയായ സഹായി വാദിസലാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഓരോ ദിവസവും സൗജന്യമായി നോമ്പുതുറ വിഭവങ്ങൾ ഒരുക്കുന്നത്. അപ്രതീക്ഷിതമായി രോഗികളായി മാറിയവർ, അവർക്കൊപ്പം ഒരു കൈ സഹായമായി കൂട്ടിരിക്കുന്നവർ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകളുണ്ട്. പ്രതികൂല സാഹചര്യങ്ങൾ മൂലം നോമ്പു തുറക്കാൻ പ്രയാസപ്പെടുന്നവർക്ക് ആശ്വാസകരങ്ങൾ നീട്ടുകയാണ് സന്നദ്ധ സംഘടനയായ സഹായി വാദിസലാം. ഇഫ്താർ പ്രോഗ്രാം തുടങ്ങിയിട്ട് 15 വർഷം കഴിഞ്ഞു. ഓരോരോ വർഷങ്ങളിലും ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടി വരികയാണ്. കാരണം കാഷ്വാലിറ്റി ഇപ്പോൾ ഇവിടെ ആയതിനു ശേഷം, ഫ്രണ്ട് ലൈൻ ആയതിനു ശേഷം എല്ലാവരും നോമ്പ് തുറക്കാൻ ആശ്രയിക്കുന്ന ഇവിടെയാണ്. ഇവിടെ വരുന്ന യാത്രക്കാർ, ഇതുവഴി പോകുന്ന മറ്റ് ദൂരങ്ങളിലേക്ക് പോകുന്ന ആളുകൾ ഇപ്പോൾ നോമ്പ് തുറക്കാൻ വിഷമിക്കുന്നുണ്ട്. അവർക്കൊക്കെ നമ്മൾ ഈ വിഭവങ്ങൾ കൊടുക്കുകയാണ്. വൈകിട്ട് 4 മണി മുതൽ ഈത്തപ്പഴം, വിവിധതരം പഴങ്ങൾ, ബിരിയാണി, ജ്യൂസുകൾ എന്നിവ വിതരണം ചെയ്തു തുടങ്ങും. മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ, ആശുപത്രി ജീവനക്കാർ, ഡോക്ടർമാർ, മറ്റു ജോലിക്കാർ തുടങ്ങി 2000-ഓളം പേർക്കാണ് ദിവസവും നോമ്പുതുറ ഒരുക്കുന്നത്. മെഡിക്കൽ കോളേജ് മർക്കസ് മസ്ജിദിലാണ് 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഇഫ്താർ വിരുന്ന് നടക്കുന്നത്. 24 കോഴിക്കോട്.